യോശുവ അധ്യായം 19. രണ്ടാമത്തെ നറുക്ക് ശെമവോന്യർക്ക്. കുടുംബമായി ശെമയോൻ മക്കളുടെ ഗോത്രത്തിനു വന്നു. അവരുടെ അവകാശം യെഹൂദാ മക്കളുടെ അവകാശത്തിന്റെ ഇടയിലായിരുന്നു. അവർക്ക് തങ്ങളുടെ അവകാശത്തിൽ ബേർശേബ, മോലാദ, ഹസർ, ശൂവാൽ, ബാര, യേസേം, യെൽത്തോലത്, ബേദൂർ, ഹോർമ, സിക്ലാഗ്, ബേത് മർക്കാബോത്ത്, ഹസർ, സൂസ, ബേർത്ത് ലെബായോത്ത്, ഷാരുഹൻ. ഇങ്ങനെ 14 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും. അയിൻ, രിമ്മോൻ, ഏദേർ, ആശാൻ. ഇങ്ങനെ 4 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും. ഈ പട്ടണങ്ങൾക്ക് ചുറ്റും തെക്കേ ദേശത്തിലെ രാമ എന്ന ഭാരത്ത് ബേർ വരെയുള്ള സകല ഗ്രാമങ്ങളും ഉണ്ടായിരുന്നു. ഇത് ശെമവോൻ മക്കളുടെ ഗോത്രത്തിന് കുടുംബമായി കിട്ടിയ അവകാശം. ശെമവോൻ മക്കളുടെ അവകാശം യെഹൂദാ മക്കളുടെ ഓഹരിയിൽ ഉൾപ്പെട്ടിരുന്നു. യെഹൂദാ മക്കളുടെ ഓഹരി അവർക്ക് അധികമായിരുന്നത് കൊണ്ട് അവരുടെ അവകാശത്തിന്റെ ഇടയിൽ ശെമവോൻ മക്കൾക്ക് അവകാശം ലഭിച്ചു. സെബ്ലൂൻ മക്കൾക്ക് കുടുംബമായി മൂന്നാമത്തെ നറുക്ക് വന്നു. അവരുടെ അവകാശത്തിന്റെ അതിർ അഷ്ദൂദ് വരെയായിരുന്നു. അവരുടെ അതിർ പടിഞ്ഞാറോട്ട് മലയിലേക്ക് കയറി ദബ്ബേശത്ത് വരെ ചെന്നു യൊക്നയാമിനെതിരെയുള്ള സമതലം വരെ എത്തുന്നു. അഷ്ദൂദിൽ നിന്ന് അത് കിഴക്കോട്ട് സുനോദയത്തിന്റെ നേരെ കിസ്ലോത്ത് താബോരിന്റെ അതിരിലേക്ക് തിരിഞ്ഞ് ദാബേരത്തിന് ചെന്ന് യാഫിയയിലേക്ക് കയറുന്നു. അവിടെ നിന്ന് കിഴക്കോട്ട് ഗത്ത് ഹേഫേരിലേക്കും ഏത് കാസീനിലേക്കും കടന്ന് നെയാ വരെ നീണ്ടുകിടക്കുന്ന റിമോനിലേക്ക് ചെല്ലുന്നു. പിന്നെ ആദർ ഹന്നാദോന്റെ വടക്ക് വശത്ത് തിരിഞ്ഞ് യിഫ്താഹ് ഏൽ താഴ്വരയിൽ അവസാനിക്കുന്നു. കത്താത്ത്, നഹല്ലാൽ, ഷോമറിൻ, ഇറല, ബേത്ലേഹേം മുതലായ 12 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും അവർക്കുണ്ടായിരുന്നു. ഇത് സെബ്ലൂൺ മക്കൾക്ക് കുടുംബമായി കിട്ടിയ അവകാശമായ പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും തന്നെ. നാലാമത്തെ നറുക്ക് ഇസ്സാഖാറിന് കുടുംബമായി വന്നു. അവരുടെ ദേശം ഇസ്രായേൽ, കെസുല്ലോത്ത്, ശൂനേം, ഹഫാരയും, ഷീനോൻ, അഹത്താർ, രബീത്ത്, കീശോൻ, ഏബെസ്, രേമെത്ത്, യെൻഗന്നിങ്, യെൻഹദ്ദ, ബേത് പസേസ് എന്നിവ ആയിരുന്നു. അവരുടെ അതിർ താബോർ, ഷഹസൂമ, ബേത് ഷേമെഷ് എന്നിവയിലെത്തി യോർദാങ്കൽ അവസാനിക്കുന്നു. ഇങ്ങനെ 16 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും ഉണ്ടായിരുന്നു. ഇത് ഇസ്സാഖാർ മക്കളുടെ ഗോത്രത്തിന് കുടുംബമായി കിട്ടിയ അവകാശം. ഈ പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും തന്നെ. ആശേർ മക്കളുടെ ഗോത്രത്തിന് കുടുംബമായി 5-ാമത്തെ നറുക്ക് വീണു. അവരുടെ ദേശം ഹക്ലത്ത്, ഹരി, ബേദേൻ, അക്ഷാഫ്, അമേലേക്ക്, അമാദ്, മിഷാൽ എന്നിവ ആയിരുന്നു. അത് പടിഞ്ഞാറോട്ട് കർമ്മേലും ഷീഹോർ ലിബ്നാത്തും വരെ എത്തി
കിഴക്ക് ബേത് ദാഗോനിലേക്ക് തിരിഞ്ഞ് വടക്ക് സെപ്റ്റൂനിലും ബേത് ഏക്മേക്കിലും നെയിയേലിലും യിഫ്താഹ് ഏൽ താഴ്വരയിലും എത്തി ഇടത്തോട്ട് കാബൂൾ, ഹെബ്രോൻ, രഹോബ്, ഹർമോൻ, എന്നിവ മഹാനഗരമായ സീദോൻ വരെയും എത്തുന്നു. പിന്നെ അത് രാമായിലേക്ക് പുറപ്പെട്ട് പട്ടണമായ സോരിലേക്ക് തിരിയുന്നു. പിന്നെ അത് ഹോസയിലേക്ക് തിരിഞ്ഞ് അക്സീബ് ദേശത്ത് സമുദ്രത്തിൽ അവസാനിക്കുന്നു. ഉമ്മ, അഫേത്ത്, ലെഹോബ് മുതലായ 22 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും അവർക്കുണ്ടായിരുന്നു. ഇത് ആശേർ മക്കളുടെ ഗോത്രത്തിന് കുടുംബം കുടുംബമായി കിട്ടിയ അവകാശം. ഈ പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും. 6-ാമത്തെ നറുക്ക് നഫ്താലി മക്കൾക്ക് കുടുംബം കുടുംബമായി നഫ്താലി മക്കൾക്ക് തന്നെ വന്നു. അവരുടെ അതിർ ഹേലേഫും സാനസീമിലെ കരുവേലകവും തുടങ്ങി അദാമീനോകേബിലും യപ്നോരിലും കൂടി ലെക്കും വരെ ചെന്ന് യോർദാനിൽ അവസാനിക്കുന്നു. പിന്നെ ആദർ പടിഞ്ഞാറോട്ട് അസ്നോത്ത് താബോറിലേക്ക് തിരിഞ്ഞ് അവിടെ നിന്ന് ഹുക്കോക്കിലേക്ക് ചെന്ന് തെക്ക് വശത്ത് സെബൂലൂനോടും പടിഞ്ഞാറ് വശത്ത് ആശേരിനോടും കിഴക്ക് വശത്ത് യോർദാന് യഹൂദയോടും തൊട്ടിരിക്കുന്നു. ഉറപ്പുള്ള പട്ടണങ്ങളായ സിദ്ദീം, സേർ, ഹമ്മത്ത്, രക്കത്ത്, കിന്നേരത്ത്, അദമാരാമ, ഹാസോർ, കേദേശ്, എദ്രേയി, ഏൻ ഹാസോർ, ഈശോൻ, മക്തലേൽ, ഹോരേം, ബേത് അനാത്ത്, ബേത് ഷെമേഷ്, ഇങ്ങനെ 19 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും. ഇവ നഫ്താലി മക്കളുടെ ഗോത്രത്തിന് കുടുംബം കുടുംബമായി കിട്ടിയ അവകാശത്തിലെ പട്ടണങ്ങളും ഗ്രാമങ്ങളും. ദാൻ മക്കളുടെ ഗോത്രത്തിന് കുടുംബം കുടുംബമായി 7-ാമത്തെ നറുക്ക് വീണു. അവരുടെ അവകാശദേശം സ്വരായി, എസ്തായേൽ, ക്രിസ്, ഷേമെഷ്, ഷാലബിൻ, അയ്യാലെ, ഇത്മാ, ഏലോൻ, തിപ്ന, എക്രോൻ, ഏൽ, തേക്കെ, ഗിബത്തേൻ, ബാലാത്ത്, ഹിദൂർ, യഹൂദീത്ത്, ബെനേബെരാക്ക്, ഗത്ത്, റിമ്മോൻ, മേയർക്കോൻ, രാക്കോൻ എന്നിവയും യാഫോവിനെതിരെയുള്ള ദേശവുമായിരുന്നു. എന്നാൽ ദാൻ മക്കളുടെ ദേശം അവർക്ക് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ദാൻ മക്കൾ പുറപ്പെട്ടു ഈനുവിലെ ആളുകളോട് യുദ്ധം ചെയ്ത് അതിനെ പിടിച്ചു. വാളിന്റെ വായ്ത്തലയാൽ സംഹരിച്ചു കൈവശമാക്കി അവിടെ പാർത്തു. ഈനുവിന് തങ്ങളുടെ അപ്പനായ ദാന്റെ പേരിൻ പ്രകാരം ദാൻ എന്ന പേരിട്ടു. ഇത് ദാൻ മക്കളുടെ ഗോത്രത്തിന് കുടുംബം കുടുംബമായി കിട്ടിയ അവകാശ പട്ടണങ്ങളും ഗ്രാമങ്ങളുമാകുന്നു. അവർ ദേശത്തെ അതിർതിരിച്ച് കഴിഞ്ഞ ശേഷം ഇസ്രായേൽ മക്കൾ നൂന്റെ മകനായ യോശുവയ്ക്കും തങ്ങളുടെ ഇടയിൽ ഒരു അവകാശം കൊടുത്തു. അവൻ ചോദിച്ച പട്ടണമായി എഫ്രായിം മലനാട്ടിലുള്ള തിമ്നത്ത് സേരഹ്. അവർ ദൈവകൽപ്പന പ്രകാരം അവന് കൊടുത്തു. അവൻ ആ പട്ടണം പണിത് അവിടെ താമസിച്ചു.
ഇവ പുരോഹിതനായ ഏലെയാസാരുന്നോന്റെ മകനായ യോശുവയും ഈ ഇസ്രായേൽ മക്കളോട് ഗോത്രപിതാക്കന്മാരിൽ പ്രധാനികളും ശീലോവിൽ സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ ദൈവത്തിന്റെ സന്നിധിയിൽ വച്ച് ചീട്ടിട്ട് അവകാശമായി ഭാഗിച്ചു കൊടുത്ത അവകാശങ്ങളാകുന്നു. ഇങ്ങനെ ദേശവിഭാഗം അവസാനിച്ചു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോർ.